ഡിയർ സബ്സ്ക്രൈബേഴ്സ്, അന്ന് ജനുവരി 5, 2024 മലേഷ്യ. നമ്മൾ റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു, ഒരു കേസായിരുന്നു. കമന്റ് മുഖേന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് നമ്മളുടെ കേരളം മൊത്തം സ്പ്രെഡായ ഒരു ന്യൂസ് ആയിരുന്നു അത്. അതേപോലെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് മലേഷ്യയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, തമിഴ്നാട് സ്വദേശിയായി മലേഷ്യയിൽ സെറ്റിൽഡായ രാജേശ്വരി എന്ന തമിഴ്നാട് സ്വദേശി ഒരു ടിക്ടോക്കർ ആയിരുന്നു. ആ ടിക്ടോക്കറുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റ് മുഖേന ആ ടിക്ടോക്കർ ആത്മഹത്യ ചെയ്യുകയാണ്. ആ ഒരു കേസാണ് ഇന്ന് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റർ അക്ബറിന്റെ പുതിയൊരു വീഡിയോയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജേശ്വരി എന്ന് പറയുന്ന ഈ പെൺകുട്ടി സ്വയം മുഖേന വെച്ചിട്ടുള്ള പേരാണ് ഈഷ എന്നിട്ടുള്ള ഒരു പേര്. ആ പെൺകുട്ടിക്ക് ടിക്ടോക്കില് 2.5 ലക്ഷം ഫോളോവേഴ്സും ഇൻസ്റ്റഗ്രാമില് 60,000 ഫോളോവേഴ്സും ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. സോ ബേസിക്കായിട്ട് ഈഷ വന്നിട്ട് ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു. ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ ആവാൻ കാരണം എന്താണെന്നാൽ ഈഷ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ തന്നെയായിരുന്നു. നല്ല തടിയുണ്ടായിരുന്ന ഈഷ തടി കുറയ്ക്കുന്ന വീഡിയോകൾ, ജിമ്മിൽ പോകുന്ന വീഡിയോകൾ, യോഗ ചെയ്യുന്ന വീഡിയോകൾ, അങ്ങനെ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് ഈഷ തന്റെ സബ്സ്ക്രൈബേഴ്സ്, തന്റെ ഫോളോവേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ക്രീംസ്, ഷാംപൂ എല്ലാം ട്രൈ ചെയ്തിട്ട് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്ന വീഡിയോകളും ഈഷ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക്, അതായത് ആ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ആ പെൺകുട്ടി പങ്കുവെക്കുമായിരുന്നു. ഇതിനെല്ലാം പാരന്റ്സും സപ്പോർട്ടായിരുന്നു. കുറച്ചായിട്ട് സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു. പിന്നീടാണ് പതിയെ ഓരോ പ്രശ്നങ്ങളും ഓരോ തലവേദനകളും ഈശയ്ക്ക് വരുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വർഷം മെയ് 19 മലേഷ്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള മുരുകന്റെ ക്ഷേത്രമായിട്ടുള്ള പത്തുമല മുരുകൻ ക്ഷേത്രത്തിലേക്ക് ഒരു മൊറോക്കോ സ്വദേശി വരികയാണ്. അയാളുടെ പേര് അബ്ദുൽ ലത്തീഫാണ്. അയാളും ഒരു യൂട്യൂബറും ഒരു ഇൻഫ്ലുവൻസറുമാണ്. അപ്പോൾ ഇയാളുടെ ചാനലിലെ വീഡിയോസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യും, പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ട് ഖുറാന്റെ ചില ഭാഗങ്ങളൊക്കെ അവിടെ പല സ്ഥലങ്ങളിൽ പോയി ഓതുകയാണ് ഇയാളുടെ ഒരു പതിവ്. അങ്ങനെ അയാള് ഈ മുരുകന്റെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഖുറാൻ കുറച്ച് ഭാഗങ്ങൾ ഓതുകയാണ്. ആ ഖുറാൻ വാക്കുകൾ ചില കാര്യങ്ങളിൽ തെറ്റായിട്ട് പ്രയോഗപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈഷ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണ്. പക്ഷെ പോലീസുകാർ ഇത് കണ്ടും കണ്ടില്ല എന്ന് വിടുകയാണ്. അപ്പോ ഒരു 20-25 പേരെ കൂട്ടിയിട്ട്, അതായത് ഇതേപോലെ ഈഷയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 20-25 പേരെ കൂട്ടിയിട്ട് ഒരു സ്ട്രൈക്ക് പോലെ ചെറുതായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ, ഈ ഒരു വ്യക്തിയുടെ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകൾ വരികയാണ്. താങ്കൾ ചെയ്തത് തെറ്റാണ്, 2 മതങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഈ ഒരു നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തത് വളരെ മോശമായി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയുടെ താഴെ നിരവധി കമന്റുകളാണ് വന്നിരുന്നത്. അപ്പോ ഇദ്ദേഹത്തിനും ഇത് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സോറി പറയുന്ന ഒരു വീഡിയോ ഒക്കെ രണ്ടാമത് ഇറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ മെയിൻ വീഡിയോ, അതായത് ഈ മുരുകന്റെ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ഈ ഒരു വീഡിയോ അയാളുടെ ചാനലിൽ നിന്ന്, അയാളുടെ പേജിൽ നിന്ന് അയാൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഉണ്ടായത്. ഈ ഒരു ന്യൂസ് ആ സമയത്ത് വലിയ ന്യൂസ് ചാനലിലും അങ്ങനൊന്നും കൊണ്ടുപോയിരുന്നില്ല. അതുമാത്രമല്ല, സോഷ്യൽ മീഡിയ വഴി വന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ തന്നെ പരിഹരിക്കുകയാണ്. പക്ഷെ ഇതിനു ശേഷമാണ് വലിയൊരു പ്രശ്നം ഇഷയ്ക്ക് വന്നത്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ എന്തിനാണ് ഈ കാര്യം ഇപ്പൊ പറഞ്ഞതെന്ന് അറിയാമോ? ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഇഷ എന്ന് പറയുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് പിന്നീട് നടന്ന സംഭവം സഹിക്കാൻ വയ്യാതെയാണ് ആ പെൺകുട്ടി ആത്മഹത്യയുടെ വക്കിൽ വന്നത്. എന്താണെന്നല്ലേ, ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന സമയത്ത്, സ്കിന്നിൽ തേക്കുന്ന സമയത്ത് തേച്ച്
റിവ്യൂ ചെയ്യുന്ന സമയത്ത് മെർക്കുറി അധികമായതുകൊണ്ട് തന്നെ സ്കിൻ പ്രോബ്ലംസ് ഇഷയ്ക്ക് വരികയാണ്, രാജശ്രീക്ക് വരികയാണ്. അപ്പോ തന്റെ വ്യൂവേഴ്സ്, തന്റെ ഫോളോവേഴ്സിനോട് താൻ പറയുകയാണ് ഇത് യൂസ് ചെയ്യരുത്, ഇതിൽ മെർക്കുറി അധികമായിട്ട് കലർത്തിയിട്ടുണ്ട് എന്ന് ഇഷ തന്റെ വീഡിയോ വഴി പറയുകയാണ്. സോ രാജശ്രീക്ക് ഇതിൽ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. രാജശ്രീ ആ ഒരു വീഡിയോയിൽ ഇത് ആരും യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അതിൽ മലേഷ്യൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും ഈ ഒരു വീഡിയോ പിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കണ്ട ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കമ്പനി ഈ ഒരു സാധനം ബാൻ ചെയ്യുകയാണ്. അപ്പോ ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം വ്യൂവേഴ്സ് എല്ലാവരും ഇഷയെ അഭിനന്ദിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് തനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല എന്ന ചിന്താഗതിയായിരുന്നു ഇഷയുടെ മനസ്സിൽ കുത്തിക്കൊണ്ടിരുന്നത്. അതെന്താണെന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒട്ടനവധി ഹേറ്റേഴ്സ് തന്റെ പേജിലോട്ടും ചാനലിലോട്ടും വരികയാണ്. പക്ഷെ ആ ഹേറ്റേഴ്സ് നോർമലായിട്ട് വന്നതല്ല, ഈ പ്രൊഡക്റ്റിന്റെ കമ്പനി പടച്ചുവിട്ട ചിലരായിരുന്നു അത്. ഇവരുടെ മെയിനായിട്ട്, അത് ഒരു പണിയും കൂലിയും ഇല്ലാത്ത ഇവരുടെ മെയിനായിട്ടുള്ള പണി എന്താണെന്നാൽ ഈഷ എപ്പോഴാണ് തന്റെ പേജിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോ അതിന് താഴെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് അടിക്കുകയാണ്. കുറെ കമന്റുകളൊക്കെ ഇഷ ബ്ലോക്ക് ചെയ്തിരുന്നു. എന്നാലും ഇവർ പല പല ID ക്രിയേറ്റ് ചെയ്തിട്ട് ഇഷയെ വീണ്ടും നെഗറ്റീവ് കമന്റുകൾ അടിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോ ഇഷ ലാസ്റ്റ് ഒന്നും സഹിക്കാൻ വയ്യാതെ ഇഷ വേറെ പുതിയ ID ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നാലും ഇഷയെ തേടി പിടിച്ച് ആ ഒരു വീഡിയോയിലോട്ടും വന്ന് കമന്റ്, നെഗറ്റീവ് കമന്റ്, അതും അശ്ലീലമായിട്ടുള്ള കമന്റുകൾ പറയാൻ തുടങ്ങുകയാണ്. പിന്നീട് ടിക്ടോക്ക് ലൈവ്, ഇൻസ്റ്റാഗ്രാം ലൈവ് എല്ലാം പോകുമ്പോൾ അതിൽ വന്നിട്ടും അശ്ലീല കമന്റുകളും തന്റെ പാരന്റ്സിനും മറ്റും മെസ്സേജ് ചെയ്തിട്ട് അശ്ലീലമായിട്ടുള്ള കമന്റുകളും അതും എല്ലാം ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 3 പേരാണ് കൂടുതലായിട്ടും ബാഡ് കമന്റ്സും നെഗറ്റീവ് കമന്റ് ഒക്കെ അടിക്കുന്നത്. 3 പേരാണ്. അതിൽ 2 പെണ്ണുങ്ങളും 1 ആണുമാണ് ഉള്ളത്. അങ്ങനെ അവസാനം ഈ ഇഷയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇഷയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ ഞങ്ങള് ബലമായിട്ട് മർദ്ദിക്കുമെന്നും കൊല ചെയ്യുമെന്നും ബലാത്സംഗത്തിന് ഇരയാക്കുമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ടിക്ടോക്ക് പേജിൽ അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അതുമാത്രമല്ല ഇഷയുടെ പേരന്റ്സിന്റെ അക്കൗണ്ടുകളെല്ലാം കയറിയിട്ട് അവരെ നെഗറ്റീവും അതുപോലെ ബാഡ്സ് കമന്റ് ഒക്കെ ഇവർ ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതും ഈ ഒരു കാര്യം അറിഞ്ഞതും ഈ ഒരു വീഡിയോ കണ്ടതും ഇഷ, അത്ര ധൈര്യമുള്ള ഇഷ തന്നെ അവിടെ പതറി പോവുകയാണ്. അപ്പോ ആ ഒരു 3 പേര് ആ ഒരു വീഡിയോയിൽ ഇഷയെ കുറിച്ചിട്ട് എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ആ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇല്ല, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഈശ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ പതറിപ്പോയിട്ട് സോഷ്യൽ മീഡിയ വഴി എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലീസിൽ പോയിട്ട് ഒരു പരാതിപ്പെടുകയാണ് ഈശ. കൂടാതെ മലേഷ്യയിലെ ഒരു പാർട്ടി നേതാവായിട്ടുള്ള ഡേവിഡ് മാർഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്തും പരാതിപ്പെടുകയാണ് ഈശ പോയിട്ട്. ഈ നേതാവിന്റെ അടുത്ത് വന്നിട്ട് ഈശ പറയുന്നുണ്ട്, ഈ 3 പേര് ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് സഹിക്കാൻ വയ്യ, ഇതിങ്ങനെ തന്നെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ സ്വയം സൂയിസൈഡ് ചെയ്ത് ഞാൻ മരിക്കുമെന്ന് ആ ഒരു നേതാവിനോട് ഈശ പരാതിപ്പെടുകയാണ്. അപ്പൊ നേതാവ് എന്താണ് പറയുന്നത് എന്നാൽ, നീ കുറച്ചു കാലത്തിന് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒഴിവാക്കണം, നീ ഓൺലൈനായിട്ട് തന്നെ നീ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആ നേതാവ് പറയുകയാണ്. ഇത്രയും വിഷമങ്ങളും മനസ്സിൽ ഒതുക്കിയിട്ട് ഇത്രയും പേര് തന്നെ അങ്ങനെ കമന്റ് വഴി തന്നെ അശ്ലീലം പറഞ്ഞു, ബാഡ് കമന്റും പറഞ്ഞ് നമ്മള് ഒരു തരത്തിൽ ജീവിക്കാനോ വീഡിയോസ് ചെയ്യാനോ അങ്ങനെ ഒരു തരത്തിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, ഇവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് എത്തുമ്പോ ശരിക്കും ഇതിൽ തോന്നുന്നത് എന്താണെന്ന് അറിയോ, ഇതിലെ ഫാക്ട് എന്താണെന്ന് അറിയോ, നമ്മള് വെള്ളത്തിലേക്ക്, അതായത് ഇത്രയും വിഷമുള്ള ഒരാള് വെള്ളത്തിലേക്ക് വീണിട്ട് ജീവന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ കണ്ടു നിന്നവർ വന്നിട്ട് പറയുകയാണ്, ഇത് നിനക്കെന്നെ നീന്തൽ അറിയില്ല, പിന്നെ എന്തിനാണ് നീ വെള്ളത്തിലേക്ക് ചാടിയത് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് ചെയ്യുമല്ലോ. ഇവിടെ അവരെ കൈ പിടിച്ചാണ് ഉയർത്തേണ്ടത്, അല്ലാതെ ആവശ്യമില്ലാത്ത അഡ്വൈസ് ചെയ്തിട്ട് അവരെ തളർത്തി കളയല്ല വേണ്ടത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എത്ര പേരെടുത്ത് പരാതി പറഞ്ഞിട്ടും ഇഷയ്ക്ക് ആരും തന്നെ ഒരു കൈ പിടിച്ച് ഉയർത്താനുണ്ടായിരുന്നില്ല. ഇതിനാരും തന്നെ സഹായിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ജൂലൈ 5-ാം തീയതി തന്റെ വീട്ടില് താൻ തന്നെ, അതായത് ഇഷയുടെ വീട്ടിൽ രാജേശ്വരി എന്ന് പറയുന്ന ഇഷ അവരുടെ വീട്ടില് സൂയിസൈഡ് ചെയ്ത് മരിക്കുന്നത്. അപ്പോ ഈ ഒരു വിഷയം
ഇഷയുടെ പാരന്റ്സിനൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അവിടെ അതായത് മലേഷ്യയിൽ തന്നെ ഒരു അമ്പലത്തിലെ ശാന്തിയായിരുന്ന 68 വയസ്സുള്ള ഒരു വ്യക്തിയാണ് ഈഷയുടെ ഫാദർ. അപ്പൊ അദ്ദേഹം ഒരു ന്യൂസ് ചാനലിന് പറഞ്ഞ റിപ്പോർട്ട് എങ്ങനെയാണെന്നാൽ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ ഇഷ ഭയങ്കര ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ്, അവൾക്ക് എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ വന്നതെന്ന് എനിക്ക് അറിയാത്തത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇഷ മരിച്ചതിന് ശേഷം ടിക്ടോക്കിൽ വേറൊരു വീഡിയോ വരികയാണ്. അതായത് ഇഷ മരിക്കാൻ കാരണമായിട്ടുള്ള ഒരു വീഡിയോ വരികയാണ്. അപ്പോ ഈ ഒരു വീഡിയോ ട്രെൻഡിങ് ആയതിനു ശേഷം ഈ ഒരു ന്യൂസ് മലേഷ്യയിൽ സെൻസേഷണൽ ന്യൂസ് ആയിട്ട് സ്പ്രെഡ് ആവുകയാണ്. ഇതിന്റെ അടുത്ത ദിവസം, അതായത് ജൂലൈ 7-ാം തീയതി, മലേഷ്യൻ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ഫർസിൽ ഫസിൽ എന്ന ഒരു വ്യക്തി ഇഷയുടെ അതായത് രാജേശ്വരിയുടെ മരണച്ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അപ്പൊ ഒരു പ്രസ് മീറ്റിൽ ഈ മിനിസ്റ്റർ വന്നിട്ട് പറയുകയാണ്, ഇതേപോലെയുള്ള ഫേക്ക് ഐഡികളുടെ മൊത്തം ഇതും ബ്ലോക്ക് ചെയ്യപ്പെടും, അതേപോലെ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു പുതിയൊരു നിയമം കൊണ്ടുവരും, പിന്നെ ഇനി ഇതേപോലെ ഒന്നും ഈ നാട്ടിൽ നടക്കില്ല, ഈശയ്ക്ക് ന്യായം കിട്ടും, പിന്നെ ഈശയ്ക്ക് ഇങ്ങനത്തെ ഒരു വിധി വരാൻ കാരണക്കാരായിട്ടുള്ള അവരെ ഉറപ്പായിട്ടും പിടിക്കുമെന്നും ഈ ഒരു മിനിസ്റ്റർ ഒരു പ്രസ് മീറ്റിൽ പറയുകയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ജൂലൈ 8-ാം തീയതി, അതായത് ഈ ഇഷയുടെ കേസ് സംബന്ധിച്ച് ഒരു 35 വയസ്സുള്ള ഒരു പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പെണ്ണിന്റെ മേലെ സെക്ഷൻ 506, സെക്ഷൻ 233, സെക്ഷൻ 14 അങ്ങനത്തെ ഈ 3 സെക്ഷനും ഇട്ടിട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും. അതിൻ്റെതായിട്ടുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ വരുന്നതും 4 പേര് ആ വീഡിയോ കാണുന്നതിലും, അതേപോലെ തന്നെ 4 പേര് ആ വീഡിയോ കമന്റ് ചെയ്യുന്നതിലും ലൈക്ക് ചെയ്യുന്നതിലും ഒക്കെയാണ് ഈ ക്രിയേറ്റേഴ്സിനൊക്കെ സന്തോഷം വരുന്നത്. ആ ഒരു കമന്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യ ചോദ്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ബാഡ് വേർഡ്സുകളും ഒക്കെ പറഞ്ഞിട്ട് ഈ ക്രിയേറ്റേഴ്സിനെ തലപ്പാടെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കില്ലേ എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഇതേപോലെ ഇനി ആർക്കും നടക്കാതിരിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. സ്റ്റേ സേഫ്, സ്റ്റേ ബാക്ക്. ഇൻവെസ്റ്റിഗേറ്റർ അക്ബറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.